ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേക്ടിക്സ് ഞാനോട് വീഡിയോ സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രെഡ് കൊണ്ട് ഒരു ഭട്ടൂരയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ വേഗം തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഭട്ടൂരയ്ക്ക് ഞാൻ 7 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇവിടെ. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് കയ്യിലിട്ട് ചെറിയ ചെറിയ കഷ്ണമായിട്ട് ഇങ്ങനെ മുറിച്ചിടാം. ബ്രെഡെല്ലാം മുറിച്ചിട്ടതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്, കട്ടകളൊന്നും പാടില്ല. ഇത് ഈ ഒരു പാകത്തിന് വേണം നമുക്ക് ഇട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ കൂടെ ചേർക്കേണ്ടത് 1 കപ്പ് മൈദയാണ്. പിന്നെ ചേർക്കേണ്ടത് 1/4 കപ്പ് റവ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം, 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ കൂടി നന്നായിട്ട് ആദ്യം തന്നെ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 1 കപ്പ് കട്ടിയുള്ള തൈരാണ് ചേർക്കേണ്ടത്. തൈര് കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കാം. നമുക്കിതിലോട്ട് അധികം വെള്ളം വേണ്ടി വരില്ല, കാരണം ഈ തൈര് കൊണ്ട് തന്നെ നമുക്കിത് മുഴുവൻ മാവും കുഴച്ചെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ അഥവാ കുഴയ്ക്കുമ്പോൾ ചെറിയ ടൈറ്റായിട്ടൊക്കെ തോന്നുവാണെങ്കിൽ സ്വല്പം വെള്ളം ചേർക്കാം നമുക്ക്. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണമെങ്കിൽ നന്നായിട്ട് കുഴച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് എണ്ണ അതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് തടവി കൊടുക്കാം. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മാവ് ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. 1 മിനിറ്റോളം ഒന്ന് കുഴച്ച് കൊടുക്കാം നന്നായിട്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു ബോൾ സൈസിൽ ഓരോ ഉരുളകളായിട്ട് എടുക്കാം. എന്നിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. കുറച്ച് മൈദപ്പൊടി തൂവിയ ശേഷം നമുക്കിത് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഓവൽ ഷേപ്പിലാണ് ഏകദേശം എടുക്കുന്നത്. റൗണ്ട് ഷേപ്പിലാണെങ്കിൽ അതാണെങ്കിൽ കുഴപ്പമില്ല. ഇനി നമുക്ക് ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാം. എണ്ണ നമ്മൾ ഒഴിച്ചെടുക്കുമ്പോൾ ഇത് നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന പാത്രമാണ് ഒഴിച്ചെടുക്കാനായിട്ട്. നമുക്കിത് പതുക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അതൊന്ന് അമർത്തി കൊടുക്കുക. അതിനൊരു സ്പൂൺ വെച്ച് അതിൻ്റെ മുകൾ ഭാഗത്ത് അമർത്തി കൊടുക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് ഇങ്ങനെ പൊന്തി വരും. പിന്നെ നമ്മൾ എപ്പോഴും എണ്ണ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. പെട്ടെന്ന് പൊന്തി വരും. 2 സൈഡ് നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഭട്ടൂര ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഭട്ടൂരയാണ്. വളരെ ടേസ്റ്റി ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.